എല്ലാവർക്കും ജെനിത്ത് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 100 PYQ ചലഞ്ചിൻ്റെ 4ാമത്തെ ദിവസമാണ്. ഇതൊരു ചെറിയ വീഡിയോ ആണെന്ന് കരുതി ആരും സ്കിപ്പ് ചെയ്യണ്ട. ഇത് നിങ്ങൾക്ക് 100% ഉപകാരപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അറിയുന്നവരാണെങ്കിൽ ഒരു റിവിഷനായി കണക്കാക്കി വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ മലനാടിനും തീരപ്രദേശത്തിനും മധ്യേ. ഓപ്ഷൻ ബി മലനാടിനും അറബിക്കടലിനും മധ്യേ. ഓപ്ഷൻ സി അറബിക്കടലിനും തീരപ്രദേശത്തിനും മധ്യേ. ഓപ്ഷൻ ഡി തീരപ്രദേശത്തിനും കായലുകൾക്കും മധ്യേ. നിരപ്പിൽ നിന്നും ഏകദേശം 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങളെയാണ് ഇടനാട് എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 42% ഇടനാടാണ്. 48% മലനാടും 10% ഭൂപ്രദേശവുമാണ് ഉൾക്കൊള്ളുന്നത്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമെല്ലാം പ്രത്യേകതയായി വരുന്ന ഈ ഭൂപ്രകൃതി ഇടനാടാണ്. അതേപോലെ തന്നെ ഇടനാടിൻ്റെ കിഴക്ക് അതിര് മലനാടും പടിഞ്ഞാറേ അതിര് തീരപ്രദേശവുമാണ്. ലാറ്ററൈറ്റ് മണ്ണുകളാണ് ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനവും ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ 65% കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണുകളാണ്. കേരളത്തിൻ്റെ ഇടനാട് മേഖലയിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകളാണ് നെല്ല്, വാഴ, മരച്ചീനി, കുരുമുളക്, അടയ്ക്ക. ഇവയാണ് കേരളത്തിലെ ലാറ്ററൈറ്റ് മണ്ണുകളിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിളകൾ. ഇന്നത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള മലകളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫോം ലൈൻ, ഓപ്ഷൻ ബി സ്പോട്ട് ഹൈറ്റ്, ഓപ്ഷൻ സി ബെഞ്ച് മാർക്ക്, ഓപ്ഷൻ ഡി കോണ്ടൂർ രേഖ. ഇതിൽ ഏതാണ് ഒരേ ഉയരമുള്ള മലകളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സമുദ്രനിരപ്പിൽ നിന്ന് തുല്യ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് കോണ്ടൂർ രേഖകൾ. അതേപോലെ തുല്യ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് സമതാപ രേഖകൾ, അല്ലെങ്കിൽ ഐസോതേം എന്നറിയപ്പെടുന്നത്. തുല്യ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ്. ആർട്ടിക്കിനെയാണ് 50 ഡിഗ്രി സമ്മർ ഐസോതേം എന്നറിയപ്പെടുന്നത്. 50 ഡിഗ്രി സമ്മർ ഐസോതേം എന്നറിയപ്പെടുന്ന സ്ഥലം. ഒരേ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളെ, സാങ്കല്പിക രേഖകളെ സമമർദ്ദ രേഖകൾ അല്ലെങ്കിൽ ഐസോബാർസ് എന്നും, ഒരേ തലത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളെ ഐസോഹൈറ്റ്സ് എന്നും, ഐസോഹൈൽസ് എന്ന് വെച്ചാൽ ഒരേ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളെയാണ് ഐസോഹൈൽസ് എന്ന് പറയുന്നത്. ഒരേ അളവിൽ ഉപ്പ് രസമുള്ള മേഖലകളെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണെങ്കിൽ ഐസോ ഹാലൈനുകളെന്നും, ഉപ്പ് രസമുള്ളതിനെ ഐസോ ഹാലൈനുകളെന്നും, തുല്യ മൂടൽ മഞ്ഞുള്ള രേഖകളെ ഐസോ റൈമുകളെന്നും, തുല്യ സഞ്ചാര സമയം ഒരു പ്രത്യേക പോയിന്റിൽ രേഖപ്പെടുത്തുന്ന രേഖകളെ ഐസോക്രോണുകളെന്നും, കാറ്റിന് ഒരേ വേഗതയുള്ള പ്രദേശങ്ങളെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകൾക്ക് ഐസോടാക്കുകൾ എന്നുമാണ്. സമുദ്രത്തിൽ ഒരേ ആയമുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളെ ഐസോബാത്ത് എന്നും, അതായത് ഒരേ ആയമുള്ള സ്ഥലങ്ങളിൽ ബാത്ത് ചെയ്യുമെന്ന് ഓർമ്മിച്ച് വെക്കുക. ഒരേ തീവ്രതയിൽ ഇടിമിന്നലോട് കൂടിയ പേമാരി ലഭിക്കുന്ന സ്ഥലങ്ങളെ യോജിപ്പിച്ച് കൊണ്ട് വരയ്ക്കുന്ന രേഖയ്ക്ക് ഐസോസെറോണിക് എന്ന് വെച്ചാൽ ഒരേ തീവ്രതയിൽ ഇടിമിന്നലോട് കൂടിയ പേമാരി ലഭിക്കുന്ന സ്ഥലങ്ങളെ യോജിപ്പിച്ച് കൊണ്ട് വരയ്ക്കുന്ന രേഖയാണ്. ഒരേ സമയത്ത് ഇടിമുഴക്കം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ ഐസോബ്രോൺസ് എന്നും, ഒരേ അളവിലുള്ള സീസ്മിക് ആക്ടിവിറ്റിയെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയെ ഐസോസീസ്മൈൽസ് എന്നും, അതായത് ഐസോസീസ്മൈൽസ് എന്ന് വെച്ചാൽ സീസ്മിക് ആക്ടിവിറ്റിയെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ്. ഒരേ കാന്തിക പ്രഭാവമുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് ഐസോഗോണൽസ് എന്ന് വെച്ചാൽ ഒരേ കാന്തിക പ്രഭാവമുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ്. ഒരേ അളവിൽ മേഘാവൃതമുള്ള പോയിന്റുകളെ അല്ലെങ്കിൽ പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് ഐസോനെഫ്. ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ് ഐസോനെഫ്. നമ്മളിവിടെ കേരള ജോഗ്രഫിയിലെ മലനാടിനെ കുറിച്ചും അതേപോലെ മാപ്പിലെ സാങ്കല്പിക രേഖകളെ കുറിച്ചുമാണ് ചർച്ച ചെയ്തത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ PDF, ക്വസ്റ്റ്യൻ എന്നിവ ലഭിക്കാനായി ഞങ്ങളുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.